ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ബോട്ടിനെ കുറിച്ചാണ്. ബോട്ടിൻ്റെ ഒരു ഹെഡ്സെറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്ന റോക്കേഴ്സ് 255 എന്ന് പറഞ്ഞിട്ടുള്ള മോഡല് വരുന്ന ANC സപ്പോർട്ടോടു കൂടിയുള്ള ഒരു ഹെഡ്സെറ്റാണ്. നെക്ക് ബാൻഡാണിത്. അപ്പം ഈ നെക്ക് ബാൻഡ് ഞാൻ വന്നിട്ട് പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ ആദ്യം പറഞ്ഞുതരാം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒന്നാണ്, നമുക്ക് ഓഫാക്കണമെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റിൽ തന്നെ ഓഫാക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ രണ്ട് സൈഡും വരുന്ന മാഗ്നറ്റാണ്. നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിക്കോളും. അതേപോലെ തന്നെ ഡ്യുവൽ പെയറിംഗ് സപ്പോർട്ട് ഇതിനുണ്ട്. 13mm ഡ്രൈവേഴ്സാണ് ഇതിന് വരുന്നത്. സ്പീക്കറിൻ്റെ വലിപ്പമാണ് 13mm. അതേപോലെ തന്നെ മൊത്തം 3 മൈക്ക് ഇതിന് വരുന്നുണ്ട്. ഈ 2 ഇതിൻ്റെ ഇടത്തെ വലത്തെ ഹെഡ്സെറ്റിൻ്റെ ഉള്ളിൽ 2 മൈക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ അവിടെ ഒരു മൈക്ക് വരുന്നുണ്ട്. അത് ഇൻസൈഡാണ് വരുന്നത്, ഉള്ളിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഡ്യുവൽ പെയറിംഗ് സപ്പോർട്ടുണ്ട്. 2 ഫോണും ഒരേ സമയത്ത് പെയർ ചെയ്തിട്ട് പാട്ട് കേൾക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ടത്, നമുക്ക് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാധനത്തിനകത്ത് കണക്ട് ചെയ്ത് സോങ്സ് കാര്യങ്ങളെല്ലാം കേൾക്കാനും പറ്റും. ഗെയിമിങ്, വാട്ടർ റെസിസ്റ്റൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് സൗണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കേൾക്കാനായിട്ട് പറ്റും. അത് നിങ്ങൾക്കൊരു പ്രത്യേക വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതുപോലെ തന്നെ ഒരു വീഡിയോ ഇട്ട് തരാം, കസ്റ്റമൈസ് ചെയ്യുന്നത്. നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ട്രബിള്, ബാസ് എല്ലാം നമുക്ക് പ്രത്യേകം കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും ഇതിൽ. പിന്നെ അതേപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റ് സപ്പോർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ മെയിനായിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. 1000 അവേഴ്സാണ് പ്ലേ ടൈമുമായിട്ട് ഇവർ പറയുന്നത്. 1000 അവേഴ്സിൽ കൂടുതൽ കിട്ടിയാലേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് മേടിച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ കമ്പനിയിൽ നിന്ന് വരുന്ന അതേ 100% ചാർജിൽ തന്നെ ഞാൻ ഒരാഴ്ചത്തോളം ഇത് ഉപയോഗിച്ചിട്ടും എനിക്ക് 50% ചാർജ് കുറഞ്ഞിട്ടുള്ളൂ. 50% കുറഞ്ഞിട്ടുള്ളൂ. പിന്നീട് ഞാൻ അതിൽ താഴ്ത്താനായിട്ട് നോക്കിയിട്ടില്ല. കാരണം ഒരാഴ്ച തന്നെ ഓടിയത് തന്നെ വലിയ കാര്യമാണ്. അപ്പം നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കും, നമുക്ക് 2 ആഴ്ചയൊക്കെ സുഖമായിട്ട് ഇതിട്ട് ഓടിക്കാം. അപ്പോൾ ഈ ഡെലിവറി ബോയ്, അതേപോലെ തന്നെ ഡ്രൈവർമാർ, അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു ഹെഡ്സെറ്റാണ്. പൈസ നോക്കാതെ എടുക്കാവുന്ന നല്ലൊരു ഹെഡ്സെറ്റാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും അത്ര അടിപൊളി തന്നെയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മൈക്കിൻ്റെ, നമ്മളൊരാളോട് വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ തന്നെ മറ്റൊരാൾക്ക് കേൾക്കാനായിട്ട് പറ്റും. നല്ല ക്ലിയർ കട്ട് വോയിസ് ആയിട്ട് തന്നെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് പെയറിംഗ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പെയറിംഗ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഡിലേയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് അത്യാവശ്യം നല്ലൊരു ലോങ് ഡിസ്റ്റൻസിൽ തന്നെ ഫോൺ വെച്ചിട്ട് നമുക്ക് കോൾ ചെയ്യാനും സംസാരിക്കാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. അത്ര നല്ല ക്ലിയർ ആയിട്ട് തന്നെ, നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ, ലോങ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫോൺ ലോങ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ സംസാരിക്കാനായിട്ട് പറ്റും, കോൾ കേൾക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കിംഗ് ആണ് വരുന്നത്. ജസ്റ്റ് ഇത് വെറും ഒരു ഫ്രണ്ട് ഒരു ബോട്ടിൻ്റെ പരസ്യവും ബാക്കിൽ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് വരുന്നത് മാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ് വരുന്നത്. ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ്, ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ് വരുന്നത്. ഇതാണ് ഹെഡ്സെറ്റ്. ഇതിനിപ്പോൾ ഓഫാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 ബേക്കിൽ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, റെഡ് ലൈറ്റ് കത്തി ഓഫായി. അതേപോലെ തന്നെ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ മതി. അല്ലാതെ തന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ പ്രസ് ചെയ്തിട്ടും ഇവിടെ തന്നെ സെൻറ്ററിൽ തന്നെ പ്രസ് ചെയ്തിട്ടും നമുക്ക് ഓണും ഓഫ് ആക്കാനൊക്കെ
പറ്റും. ഇത് സെൻട്രൽ പ്രസ് ചെയ്യുന്ന ഓൺ ആക്കാനും ഓഫ് ആക്കാനും. അതേപോലെ തന്നെ ഇത് സൗണ്ട് കുറയ്ക്കാനും സൗണ്ട് കൂട്ടാനും. അതേപോലെ തന്നെ ഇത് ANC മോഡ്. ANC മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ. ഞാൻ പറഞ്ഞല്ലോ ഇതിന് മൊത്തം 3 മോഡാണുള്ളത്. 3 മോഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ ഹെഡ്സെറ്റ് കോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫസ്റ്റത്തെ മൂഡിലാണ് ഇത് പെയറാവുക. അതിനുശേഷം രണ്ടാമത്തെ മൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ അല്ല, സെക്കൻഡ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങളും നമുക്ക് ഈ ഹെഡ്സെറ്റിലൂടെ കേൾക്കാനായിട്ട് സാധിക്കും. അതായത് ചെറിയ രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നവരെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരെ നമുക്ക് നമ്മുടെ ചെവിയിലേക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കേൾവി കുറവുള്ളവർക്കും ഇത് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതിന് പറയാൻ വാക്കുകളില്ല. സത്യം പറഞ്ഞാൽ കൊടുത്ത പൈസ മുതലായിരുന്നേ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ്. ഇതിനകത്ത് തന്നെ മൂന്നാമത് ഞെക്കുമ്പോഴാണ് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ വരിക. അത്ര ക്ലിയറായിട്ട് നോയിസ് ക്യാൻസലേഷനായിട്ട് നമുക്ക് കിട്ടും. ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നോയിസ് ക്യാൻസലേഷനായിട്ട് കിട്ടും. നമുക്ക് ഒരു തരി പോലും പുറത്ത് നടക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ ഇത് അനുവദിക്കില്ല. അത്രയ്ക്ക് ക്ലിയർ ആയിട്ടാണ് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ തരുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 3 മൂഡാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റബ്ബറാണ്. ഇത് റബ്ബറാണ്. എന്ത് വേണേലും ചെയ്യാം, എങ്ങനെ വേണേലും വെക്കാം, ഒരു പ്രശ്നമില്ല. നാശമായി പോകുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. റബ്ബറാണ്. നല്ല ABS പ്ലാസ്റ്റിക്കാണ് ഈ സാധനം. പെട്ടെന്ന് നാശമാവില്ല. അതേപോലെ തന്നെ വാട്ടർ പ്രൂഫുമാണ്. വേറെ ഈ എന്താ പറയുക, ഇതിന് ഗ്യാപ്പോ കാര്യങ്ങളൊന്നുമില്ല വെള്ളം കയറാനായിട്ടുള്ള. ചെറിയ ചാറ്റൽ മഴ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ വരുന്നത് ടൈപ്പ് സി പോർട്ടാണ്. ചാർജിങ്ങിൻ്റെ ടൈപ്പ് സി പോർട്ടാണ് ഇതിനകത്ത് വരുന്നത്. ടൈപ്പ് സി പോർട്ട്. അപ്പോൾ അടുത്തത് നമുക്ക് പാക്കറ്റിലേക്ക് പോവാം. പിന്നെ ഇത് വരുന്നത് ഇതിൻ്റെ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെയാണ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഗൈഡാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഓരോന്നിനെക്കുറിച്ചും. അതേപോലെ ഇതിൻ്റെ റബ്ബേഴ്സാണ്. ഹിയറിലേക്ക് കയറ്റി വെക്കുന്ന റബ്ബേഴ്സാണിത്. ഓരോരുത്തർക്കും അഡൽറ്റിനും ചിൽഡ്രൻസിനൊക്കെ ഓരോ പ്രത്യേക തരത്തിലുള്ളതാണ് ഉള്ളത്. ചെറുതും വലുതായിട്ടുള്ളതുണ്ട്. പിന്നെ ഇത് അതിൻ്റെ ടൈപ്പ് സി ചാർജിങ് കേബിൾ. ഇത്ര നീളം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളവർ ഇത്രയാണുള്ളത്. ഈ പവർ ബാങ്കിലൊക്കെ കിട്ടുന്ന പോലത്തെ ടൈപ്പ് സി കേബിൾ. പിന്നെ വരുന്നത് ഈ ബോട്ടിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ പതിപ്പിച്ച ഒരു ചെറിയൊരു ബോക്സാണ്. ഇതിൻ്റെ വാറണ്ടി പേപ്പർ, വാറണ്ടി കാർഡല്ല, ഇതിലൂടെ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതും ഈ ബോട്ടിൻ്റെ ഇത് നമുക്ക് റേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ ഇത് ബോട്ടിൻ്റെ എന്ത് സാധനം മേടിച്ചാലും നമുക്കൊരു സ്റ്റിക്കർ കിട്ടും. ഒന്നല്ല ഒരു 3-4 സ്റ്റിക്കർ കിട്ടും. അങ്ങനെ കിട്ടിയ സ്റ്റിക്കറുകളാണ് ഇത്. അപ്പോൾ ഇത്ര കാര്യമേ ഈ ബോട്ടിനകത്ത് വരുന്നുള്ളൂ, ഈ ബോട്ടിൻ്റെ നെക്ക് ബാൻഡിനകത്ത് വരുന്നുള്ളൂ. അപ്പം എനിക്കിത് ഉപയോഗിച്ചിടത്തോളം കൊടുത്ത പൈസ മുതലായി വർത്തായെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ഇത് ഫ്ലിപ്കാർട്ടിൽ നല്ല പർച്ചേസ് ചെയ്തത്. ഫ്ലിപ്കാർട്ടിൽ റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ ബോട്ടിൻ്റെ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ബോട്ടിൻ്റെ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് വന്നത് 1000 ചില്ലറ രൂപ, ഏകദേശം ഒരു 1700 രൂപേൻ്റെ അടുത്ത് വന്നു ഇതിന്. അപ്പോൾ ബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്രാൻഡ് ഇന്ത്യൻ ബ്രാൻഡാണ്. അതേപോലെ തന്നെ അതിന് ഇടയ്ക്കിടയ്ക്ക് പ്രൈസ് കൂടുകയും കുറയും ചെയ്യും. അപ്പോൾ നോക്കിയിട്ട് ഇതിലും കുറവിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേടിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഹെഡ്സെറ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. അതേപോലെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അത്ര നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്, അടിപൊളിയാണ്. അതേപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ ഡ്യൂറേഷൻ അതും അടിപൊളിയാണ്. കുറേ ദൂരത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം കേൾക്കാനായിട്ട് സാധിക്കും. ഒരു 3 മീറ്ററിന് അപ്പുറം നിന്നാൽ വരെ നമുക്ക് 3 മീറ്ററല്ല അതിൽ കൂടുതൽ ഒരു 100 മീറ്റർ അപ്പുറം നിന്നാൽ വരെ നമുക്ക് സുഖമായിട്ട് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ ഈ റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫോൺ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലൂടൂത്ത് പുറത്തേക്ക് ഒരു ചെറിയൊരു സാധനമല്ല, അത് പുറത്തേക്ക് തരംഗം എത്തിച്ചേരണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പം തുറസായ സ്ഥലത്തൊക്കെയാണ് ഞാൻ ഈ 100 മീറ്ററിൻ്റെ അപ്പുറം എന്നൊക്കെ പറയുന്നത്. 100 മീറ്ററിൽ 1 കിലോമീറ്റർ വരെ പോകും, അത്ര ഞാൻ പറയുന്നില്ല, എന്നാലും
ഒരു 100 മീറ്റർ വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.